നമസ്കാരം. അങ്ങനെ നോമിനേഷൻ കഴിഞ്ഞു, 3 പേര് രക്ഷപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ വട്ടത്തെ നോമിനേഷൻ ഏറ്റവും അവസാനത്തെ നോമിനേഷൻ ആയിരുന്നു ഇത്, അല്ലേ? അതായത് അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ അവസരമായിരുന്നു. അതിൽ 3 പേര് രക്ഷപ്പെട്ടു. അതിൽ ജിൻഡോയുടെ പേര് ഒരാള് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഒരൊറ്റ മനുഷ്യര് ജിൻഡോയുടെ പേര് പറഞ്ഞിട്ടില്ല. ഈ രക്ഷപ്പെട്ട ആരൊക്കെ ജിൻഡോ, നമ്മുടെ സിജോ, പിന്നെ അർജുൻ, ഈ 3 പേരാണ് രക്ഷപ്പെട്ടത്. ഈ 3 പേരും മിക്കവാറും നമ്മളെ നോമിനേഷനിൽ വന്നെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ് സത്യം. ജിൻഡോയ്ക്ക് നല്ല വോട്ടുണ്ട്, ഈ പറയുന്ന അർജുനും വോട്ടുണ്ട്, സിജോയ്ക്കും നമ്മൾ വിചാരിക്കുമ്പോൾ സിജോയ്ക്കും നല്ല രീതിയിൽ വോട്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പുള്ളി. അപ്പൊ ഈ 3 പേരും എന്തായാലും രക്ഷപ്പെടും എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേര് വളരെ അത്ഭുതകരമായി രക്ഷപ്പെടും. ബാക്കിയുള്ളവര് മിക്കവാറും, ഉദാഹരണം പറയുന്നത് ശ്രീതു, നോറ, ഈ പറഞ്ഞ ആരാണ്, അങ്ങനെയാണ് നന്ദന, ഈ ഇതൊക്കെ കുറച്ച് വീക്കായിട്ട് നമുക്ക് തോന്നുന്നത്, അല്ലെ? ഇതൊക്കെ ഈ 3 പേരും അതിനകത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതുമാണ്. ഇപ്പൊ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് വായിക്കാം. പിന്നീട് ജാഫിൻ വന്നിട്ട് സായിയെയും നോറയും പറഞ്ഞു. നോറ വന്നിട്ട് അഭിഷേകിനെയും നന്ദനെയും പറഞ്ഞു. ജിൻഡോ വന്ന് സായിയെയും സിജോയും പറഞ്ഞു. ജിൻഡോ മാത്രമാണ് സിജോയുടെ പേര് പറഞ്ഞത്. നന്ദന വന്നിട്ട് ശ്രീധുവിനെയും അർജുനെയും പറഞ്ഞു. നന്ദന മാത്രമാണ് അർജുന്റെ പേര് പറഞ്ഞതും ശ്രദ്ധേയമാണ്. അഭിഷേക് വന്നിട്ട് ശ്രീധുവിനെയും ജാസ്മിനെയും പറഞ്ഞു. അർജുൻ വന്നിട്ട് നന്ദനെയും അഭിഷേകിനെയും പറഞ്ഞു. ഋഷി വന്നിട്ട് നോറയെയും സായിയും പറഞ്ഞു. ശ്രീധു വന്നിട്ട് നന്ദനെയും സായിയും പറഞ്ഞു. സായി വന്നിട്ട് ഋഷിനെയും ശ്രീധുവിനെയും പറഞ്ഞു. സിജോ വന്നിട്ട് ജാസ്മിനെയും ഋഷിയെയും പറഞ്ഞു. അങ്ങനെ ഇതിങ്ങനെയായിരുന്നു നോമിനേഷൻ. ഇതിൽ ഏറ്റവും കൂടുതൽ നോമിനേറ്റഡ് ആയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആർക്കെന്ന് ചോദിച്ചാൽ സായിക്കാണ്. 4 വോട്ടാണ് സായിക്ക് കിട്ടിയത്. അത് മിക്കവാറും പറഞ്ഞത് എന്താണ്, കുറെ 2-3 ആഴ്ച കൊണ്ട് ഇങ്ങനെ മുങ്ങി നടക്കുകയാണ്, ഒന്ന് നോമിനേഷനിൽ വരട്ടെ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ നന്ദനയ്ക്കാണ്. നന്ദനയ്ക്കും ശ്രീധുവിനും 3 വോട്ട് വീതം കിട്ടി എന്നുള്ളതാണ്. പിന്നെ നോറയ്ക്ക് 2, അഭിഷേകിന് 2, ഈ പറഞ്ഞ ആരാണ്, നമ്മുടെ ജാസ്മിന് 2, ഋഷിക്ക് 2. അങ്ങനെയാണ് വോട്ടിന്റെ പിന്നീട് വോട്ട് കിട്ടിയത്. ബാക്കി അർജുനും പിന്നീട് സിജോയ്ക്കും ഓരോ വോട്ട് വീതം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. വളരെ അത്ഭുതകരമായി പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തപ്പന് ഒരു വട്ടം പോലും കിട്ടിയില്ല, ആരും വോട്ടിട്ടില്ല. അവരൊക്കെ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. കാരണം ഈ വട്ടത്തെ ഒരു നോമിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു നോമിനേഷനാണ്, അല്ലേ? അടുത്തോട്ട് എല്ലാം ഡയറക്റ്റ് അങ്ങ് എല്ലാവരും നോമിനേറ്റഡ് ആവുകയാണ്. ഇനി ആ കൂടി 3 ആഴ്ചയുള്ളൂ. ഇനി ഒരാഴ്ചയും കൂടി പോവുക, കിട്ടുന്ന ഒരു അവസരം എന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല അത്. അപ്പൊ അങ്ങനെ 3 പേര് എന്തായാലും രക്ഷപ്പെട്ടു. അപ്പൊ ഈ വട്ടത്തെ നോമിനേഷൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഡേഞ്ചർ സോണിൽ ആരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും. നന്ദന, നോറ, ഈ പറഞ്ഞ സായി, പിന്നെ ശ്രീധുവിന്റെ ഈ തമിഴന്മാരുടെ വോട്ട് എത്ര വരുന്നു എന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും പേരാണ്. പിന്നെ ഋഷിക്കൊക്കെ ഒരുവിധം വോട്ട് ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് നോറ, നന്ദന, ശ്രീധു, ഈ 3 പേരും, സായി, ഈ 4 പേരും സത്യം പറഞ്ഞാൽ ഡേഞ്ചർ സോണിൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ 10 പേരുണ്ടല്ലേ? 10 പേരുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത വട്ടം ചിലപ്പോ പിന്നീട് 2 പേരോ 3 പേരോ ഒക്കെ പോകാൻ, 2 പേരായിരിക്കും പോകുന്നത്. 2 പേര് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഫിനാലയിലേക്ക് 5 പേരോ 6, ചിലപ്പോൾ മാക്സിമം പോയാൽ 7 പേര്, അതിനപ്പുറത്തേക്ക് ഫിനാലെ വീക്കിലേക്ക് പോകത്തില്ല. അപ്പൊ എന്തായാലും നോമിനേഷൻ എന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ എത്ര പേര് നോമിനേറ്റഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7 പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട്, അല്ലേ? 3 പേര് രക്ഷപ്പെട്ട് 7 പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.